ആറ്റില മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം 1000 ആണ്ട് വാഴ്ചയുടെ ചില ചിന്തകളാണ് ഷെയർ ചെയ്ത്. എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇന്നത്തെ സഭ, ദൈവസഭ, അതിൻ്റെ ഒരു നിഴലാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. ദൈവസഭയുടെ ചില ക്വാളിറ്റീസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. അത് നമുക്ക് എന്തിനാണ് ഇപ്പോൾ അത് ഷെയർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇത് ദൈവസഭ എന്ന് പറയുന്നത് ഈ 1000 ആണ്ട് വാഴ്ചയുടെ സഭയുടെ ഒരു നിഴലാണ്. നേരത്തെ പറഞ്ഞു, ദൈവരാജ്യത്തിന് നിഴലായിട്ട് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവും ആണെന്ന്. ദൈവസഭയിലും ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാവേണ്ട ആവശ്യമാണ്. നമുക്കറിയാം, ദൈവസഭ ഒന്ന് ക്രൈസ്റ്റ് സെൻറ്റേർഡ് ആയിരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മ, 1 കൊരിന്ത്യർ 1:9 യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ നിലനിൽക്കുന്ന ഒരു സഭയായിരിക്കണം ദൈവസഭ എന്ന് പറയുന്നത്. അതിൻ്റെ 2 പ്രോങ്സ്, 2 കൈ പോലെ, ഇടം കൈയും വലം കൈയും. 1 സുവിശേഷീകരണം നടത്തിക്കൊണ്ടിരിക്കണം, 2 കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കണം. 2 കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യേണ്ടതാണ് ദൈവത്തിൻ്റെ സഭ. സുവിശേഷീകരണം ചെയ്തുകൊണ്ടേയിരിക്കണം, കർത്താവിൻ്റെ വരവിനായിട്ട് കാത്തിരിക്കണം. ഇതെന്തിനാണ് പറയുന്നത് ചോദിച്ചാൽ, കുറേ പേര് കർത്താവിലേക്ക് അറിഞ്ഞ് സഭയിൽ ചേരുന്നതനുസരിച്ച് അവരെ റിഫോം ചെയ്ത്, അല്ലെങ്കിൽ അവരെ ട്യൂൺ ചെയ്ത്, അവരെ ഡെവലപ്പ് ചെയ്ത് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുന്ന ഒരു കാര്യം. 3, പരിശുദ്ധാത്മാവിലുള്ള ആരാധനയായിരിക്കണം. പ്രാർത്ഥന, പ്രസംഗം, എന്തായാലും അതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ അനോയിൻറ്റിങ്ങിലായിരിക്കണം. നമ്മൾ അറിയാമല്ലോ സഭകളിലുള്ള ആരാധനകളൊക്കെ ഏത് രീതിയിലാണെന്ന്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പരിശുദ്ധാത്മാവിലുള്ള ആരാധനയായിരിക്കണം നമുക്ക് ആവശ്യമായിട്ടുള്ളത്. 4, മനുഷ്യൻ്റെ ആത്മാവിനല്ല, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ കൺട്രോൾ ചെയ്യണം. ഇന്ന് അറിയാം, ഓരോ കമ്മിറ്റീസ് ആണല്ലോ ഇന്ന് കൺട്രോൾ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ഇന്ന് കമ്മിറ്റികളാണ് തീരുമാനിക്കുന്നത്. കമ്മിറ്റി അനോയിൻറ്റിങ് അല്ല, ദൈവത്തിൻ്റെ സഭയാണ് അനോയിൻറ്റിങ്. ദൈവത്തിൻ്റെ സഭയിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൺട്രോളിലുള്ളതായിരിക്കണം. റോമർ 8:14. അതുകൊണ്ട് തീർച്ചയായും അത് ദൈവത്തിൻ്റെ സഭ ആ രീതിയിലായിരിക്കണം. മനുഷ്യൻ്റെ ആത്മാവല്ല, ദൈവത്തിൻ്റെ ആത്മാവിൽ കൺട്രോൾ ചെയ്യണം. 5, വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കുന്നവരായിരിക്കണം സഭ. വചനത്തിന് പ്രാധാന്യം ഉണ്ടാകുന്ന സഭയായിരിക്കണം. വചനമില്ല, മായമില്ലാത്ത പാൽ കുടിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള ഒരു ചിന്ത സഭയിൽ ഉണ്ടാവണം എന്നുള്ളത്. 6 ചിന്തിക്കേണ്ടത്, സകല ആളുകളും ഒരു വിശുദ്ധരായിരിക്കണം. സഭയിൽ ഒരു മിക്സഡ് പരിപാടിയല്ല. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ. അതുകൊണ്ട് സഭയിലുള്ളവരെല്ലാം വിശുദ്ധരായിരിക്കണം. നമ്മളിപ്പോൾ കൊരിന്ത സഭ എടുക്കുമ്പോഴേ അതിനകത്ത് വിശുദ്ധരല്ലാത്തവർ ഉണ്ടായിരുന്നു, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല, ഒരുപാട് പേരുണ്ടായിരുന്നു. പുതിയ നിയമസഭയിൽ പലരും മിക്സ്ഡ് ആയിട്ടുള്ള ആയിരുന്നു. കാരണം അവിടെ ചെയ്യുന്ന ആക്ടിവിറ്റി അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഒരു വചനമില്ലാത്ത രീതിയിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന ദൈവസഭ ഒരു മിക്സ്ഡ് പരിപാടിയായിട്ടല്ല, പിന്നെയോ സകല ആൾക്കാരും വിശുദ്ധരായിരിക്കണം എന്ന് ഉള്ള ചിന്ത. അടുത്ത് സഭയ്ക്ക് ഉണ്ടാവേണ്ട നിർവ്യാജ സ്നേഹം. സഭയിൽ ഉണ്ടാവേണ്ടതാണ് നിർവ്യാജ സ്നേഹം. 7 കാര്യം, സഭയിൽ നിർവ്യാജ സ്നേഹം വേണമെന്ന് പറഞ്ഞാൽ സഹോദരന് വേണ്ടി കരുതുകയും സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവനോട് കൂടിയിരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ. ഒരാൾക്കൊരു ആവശ്യം വന്നാൽ, അല്ലെങ്കിൽ സഭയിലൊരു പ്രയാസം വന്നാൽ മറ്റുള്ളവർ കൂടി സഹകരിക്കുകയും അവനോട് കരുതുകയും ചെയ്യുന്ന സ്നേഹം, അതാണ് നിർവ്യാജ സ്നേഹം. ആ സ്നേഹം സഭയിൽ ഉണ്ടാവണം. 8, ഈ ലോകത്തിലേക്ക് ചാഞ്ഞു പോകാനായിട്ട് പാടില്ല. സഭ പലപ്പോഴും ഈ ലോകത്തിൻ്റെ താല്പര്യങ്ങൾക്ക് ചാഞ്ഞു പോകുന്നുണ്ട്. പൊളിറ്റീഷ്യൻസ് പറയുന്നതനുസരിച്ച് സഭ നീങ്ങുന്നുണ്ട്. സഭയുടെ ലീഡേഴ്സ് പൊളിറ്റീഷ്യൻസിൻ്റെ കീഴിൽ അടവെക്കുന്നത് പോലെ അവർ പറയുന്ന കാരണം അത് ചെയ്തില്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കുമെന്ന് പറയാൻ എന്താണ്, FCRA കട്ട് ചെയ്തെന്ന് വരും, ഫോറിൻ കോൺട്രിബ്യൂഷൻ ഇല്ലെന്ന് വരും. അതുകൊണ്ട് അവർക്ക് കീഴ്പ്പെടുക. എന്താണ്, പിശാചിൻ്റെ പ്രവർത്തനമായാലും കീഴ്പ്പെടുക. ഇത് നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈ ലോകത്തിലേക്ക് ചാഞ്ഞു പോകാൻ പാടില്ല. ചാഞ്ഞു പോയാൽ ആ വള്ളത്തിൽ വെള്ളം കയറും. വള്ളത്തിൽ വെള്ളം കയറിയാൽ അത് മുങ്ങുക തന്നെ ചെയ്യും. അത് പ്രത്യേകം നമ്മൾ ഓർത്തിരിക്കുക. അതുകൊണ്ട് നമ്മൾ തീർച്ചയായും ഈ ലോകത്തിലേക്ക് ചാഞ്ഞു പോകാൻ ശ്രദ്ധിക്കുക.
അതുപോലെ തന്നെ നടത്തുന്ന ദൈവദാസന്മാരെ നമ്മൾ കീഴ്പ്പെട്ടിരിക്കണം. നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് ദൈവസേനയിൽ. നമ്മുടെ ലീഡേഴ്സും മൂപ്പന്മാരും കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്, സഭയിലുള്ള മെമ്പേഴ്സും കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ ആയിരിക്കണം സഭയിൽ ഇരിക്കേണ്ടത്. വീണ്ടും ഒരു കാര്യം കൂടെ പറയാം. ആത്മാവിലുള്ള ഐക്യം സഭയിൽ ഏറ്റവും ആവശ്യമാണ്. യൂണിറ്റി. ആരെങ്കിലും കുറവുണ്ടെങ്കിൽ അവരെ ആ കുറവ് മാറ്റി അവരെ ദൈവത്തിലേക്ക് നടത്തുകയും അവരെ സ്നേഹത്തിൽ കൂടി പരിചരിക്കുകയും ചെയ്യുന്ന വലിയ അനുഭവം. എന്നാൽ ഈ രീതിയിൽ 10 ഗുണങ്ങൾ ഉള്ള സഭ, ദൈവസഭയുടെ ഗുണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇത് എന്ന് പറയുന്നത് 1000 ആണ്ട് വാഴ്ചയിലെ ദൈവം ഭരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ഒരു നിഴലായിട്ടാണ് കാണുന്നത് ഈ ദൈവസഭ. അതായത് ദൈവരാജ്യത്തിൻ്റെ ഒരു നിഴലാണ് ഈ ദൈവസഭ, ഇന്ന് കാണുന്ന ദൈവസഭ. അതായത് ഇതിനകത്ത് നമ്മളതിനകത്ത് ഡയല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, ദൈവസഭ അതിൻ്റെ ദൗത്യം ചെയ്യുവാനായിട്ട് അത് പര്യാപ്തമായി തീരാതെ അത് നാശയോഗ്യമായി തീരും എന്നുള്ളതാണ്. പിശാച് ഈ നാളുകളിലെ ഈ ദൈവസഭയെ നശിപ്പിക്കുവാനായിട്ട് എപ്പോഴും പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ക്വാളിറ്റീസ് നമുക്കുണ്ടാവണം. ഇത് നിഴലായിട്ട് നമ്മുടെ മുമ്പിലിരിക്കുന്നു. ഇങ്ങനെ ഉള്ളവർ ദൈവരാജ്യത്തിൻ്റെ സഹസ്രാബ്ദത്തിൻ്റെ നിഴലായിട്ട് ഇരിക്കുന്നു. ഇനി ഞാൻ പ്രധാനമായിട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് 1000 ആണ്ട് വാഴ്ചയ്ക്ക് 10 കാരണങ്ങളുണ്ട്. ഈ 10 കാരണങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ മെസ്സേജ് അല്ലെങ്കിൽ എപ്പിസോഡ് അവസാനിപ്പിക്കാം. 10 കാരണങ്ങളുണ്ട്. പിൻ പോയിൻ്റായിട്ട് ഓരോന്ന് പറയാം, വാക്യങ്ങളും വായിക്കാം. ഒന്നാമത്തെ കാര്യം, 2700 വർഷങ്ങൾക്കുള്ള പ്രവചന നിവൃത്തിയാണിത്. യെശയ്യാവ് 32:1 ഒരു രാജാവ് നീതിയോട് വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോട് അധികാരം നടത്തും. ഈ ഒരു രാജാവ് എന്ന് പറയുന്ന കർത്താവായ യേശുവാണ്. ഈ കർത്താവായ യേശു നീതിയോട് വാഴണം എന്നുള്ള പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ് 1000 ആണ്ട് വാഴ്ച. രണ്ടാമത്, കന്യമറിയാമിനോട് ഗബ്രിയേൽ 7 പ്രവചനം പറഞ്ഞു. അതിൽ 4 നിവൃത്തിയായിട്ടുള്ളൂ. 7 പ്രവചനം പറഞ്ഞു. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യത്തിൽ കന്യമറിയാമ് ഗബ്രിയേൽ കന്യമറിയാമിനോട് പറഞ്ഞ 7 പ്രവചനമുണ്ട്. അതിനകത്ത് പ്രവചനങ്ങൾ ബാക്കിയുള്ളത്, നിവൃത്തിയാവാനുള്ളത് ദാവീദിൻ്റെ സിംഹാസനം, അത് നിവൃത്തിയായിട്ടില്ല. എന്നേക്കും രാജാവ്, മൂന്നാമത് അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. ഇങ്ങനെ 7 പ്രവചനം അതിൽ പറഞ്ഞതിനകത്ത് നിങ്ങൾ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യത്തിൽ അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും, അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. ഇതിനകത്ത് കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. 1, അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. 2, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. ഈ 3 കാര്യങ്ങൾ അന്ന് ഗബ്രിയേൽ കന്യമറിയത്തോട് പറഞ്ഞ് നിവൃത്തിയായില്ല. യെശയ്യാവ് 7:14 കന്യ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുവാൻ ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. ഇമ്മാനുവേൽ എന്ന പേരിൻ്റെ അർത്ഥം ദൈവം നമ്മോടുകൂടെ എന്നുള്ളതാണ്. ദൈവം നമ്മോടുകൂടി എന്നുള്ള അവസ്ഥ ഇതുവരെ ആയിട്ടില്ല. പരിശുദ്ധാത്മാവുണ്ട്, സഭയിലുണ്ട് എന്നെങ്കിലും ദൈവം എപ്പോഴും നമ്മോട് കൂടെ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഭരണത്തിന് കീഴിൽ നമ്മളായിട്ടില്ല. 4-ാമത്തെ കാര്യം, ഗലാത്യർ 3:16 വാഗ്ദത്തങ്ങൾ ലഭിച്ചു എന്ന് പറയുന്നു. എന്താണ് വാഗ്ദത്തങ്ങൾ? എന്താണത്? അതിൻ്റെ ഉത്തരം റോമർ 4:13 ലോകാവകാശി ആകും എന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ എൻ്റെ സന്തതിക്കോ ന്യായപ്രമാണത്തിലല്ല വിശ്വാസത്തിൻ്റെ നീതിയല്ലോ ലഭിച്ചത്. ക്രിസ്തു ലോകാവകാശി ആകണം എന്നുള്ള ഒരു വാഗ്ദത്തമാണ് നമുക്ക് ലഭിച്ചത്. ക്രിസ്തു ലോക അവകാശിയാകണം. അത് 4-ാമത്തെ കാരണം 1000 ആണ്ട് വാഴ്ചയ്ക്കുള്ള 4-ാമത്തെ കാരണം അതാണ്, ക്രിസ്തു ലോകാവകാശിയാകണം എന്നുള്ള വാഗ്ദത്തം. 5-ാമത്തെ കാരണം, ഒരു രാജാവും ഇതുപോലെ ഭരിച്ചിട്ടില്ല, ഭൂമിയുടെ അറ്റം വരെ ഭരിച്ചിട്ടില്ല. സഹസ്രാബ്ദ വാഴ്ചയുടെ അടയാളമാണ് അത്. സങ്കീർത്തനം 2:8 ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും, ഇരുമ്പ് കോലുകൊണ്ട് നീ അവരെ തകർക്കും. അതുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളെ അവകാശമായി ഭരിക്കുന്ന ഒരു രാജാവും ഇതുവരെയും ഭരിച്ചിട്ടില്ല. നമ്മുടെ അലക്സാണ്ടർ പോലും 3 കോണ്ടിനെൻ്റ് വരെ ഭരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് അങ്ങേയറ്റം
ഭൂമിയുടെ അറ്റം വരെ ഉള്ള ഭരണം ഉള്ള രാജാവ്. കർത്താവിൻ്റെ ഒരു വാഗ്ദത്തമുണ്ട് ശിഷ്യന്മാർക്ക്. ലൂക്കോസിൻ്റെ സുവിശേഷം 22:29 എൻ്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നപോലെ ഞാൻ നിങ്ങൾക്ക് നിയമിച്ചു തരുന്നു. നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയെങ്കിൽ തിന്നുകുടിക്കുകയും സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേൽ ഗോത്രത്തെ 12 വിധിക്കുകയും വേണം. ഈ ശിഷ്യന്മാർക്ക് രാജ്യം നിയമിച്ചു കൊടുക്കുന്ന കർത്താവ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അത് പറയുന്നുണ്ട്. അതുകൊണ്ട് 1000 ആണ്ട് വാഴ്ച വരുമ്പോൾ മാത്രമേ ശിഷ്യന്മാർക്ക് രാജ്യം നിയമിച്ചു കൊടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ വാഗ്ദത്തമാണ് നമ്മൾ ഭരിക്കുമെന്നുള്ളത്. നമ്മളിപ്പോൾ അന്യരും പരദേശിയുമാണ്, നമ്മൾ ഭരിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വാഗ്ദത്തമാണ്. യേശുക്രിസ്തു ശിഷ്യന്മാരുമായി അന്ത്യ അത്താഴം കഴിക്കുന്ന സമയത്ത് യേശു അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. അതെൻ്റെ ശരീരമെന്ന് പറഞ്ഞ് പാനപാത്രവും അതുപോലെ സ്തോത്രം ചൊല്ലിക്കൊടുത്തു. ഇത് പാപമോചനത്തിനായി ചൊരിയുന്ന എൻ്റെ രക്തമെന്ന് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 26 അതിൻ്റെ 29 പറയുന്നത് ഇങ്ങനെ: എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടി പുതുതായി കുടിക്കുന്ന ആൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ ഇനി കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു സത്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. ഇനി മുന്തിരിയുടെ അനുഭവം ഞാൻ പിതാവിൻ്റെ രാജ്യത്തിൽ വെച്ച് നിങ്ങളോട് കുടിക്കുകയുള്ളൂ. മുന്തിരിയുടെ അനുഭവം കുടിക്കുന്നത് പിതാവിൻ്റെ രാജ്യത്തിലാണ്. അതിന് പിതാവിൻ്റെ രാജ്യം ഇവിടെ സ്ഥാപിച്ചെങ്കിൽ മാത്രമേ കർത്താവ് ഈ പറഞ്ഞ ശിഷ്യന്മാരോട് പറഞ്ഞ ഈ കാര്യം ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. 8ാമത്തെ കാര്യം മത്തായിയുടെ സുവിശേഷം 6-9 അതിൽ യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്, നിന്റെ രാജ്യം വരണമേ. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന, ആ രാജ്യം വരിക തന്നെ ചെയ്യും. ആ പ്രാർത്ഥനയുടെ ഉത്തരം വരും, അത് നടക്കും. അതാണ് ഒരു കാരണം, 1000 ആണ്ട് വാഴ്ചയുടെ ഒരു കാരണം. 9ാമത്തെ കാരണം ദാനിയേലിൻ്റെ പുസ്തകം 9:24 പറയുന്നുണ്ട്. 9:24 അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാൻ, അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും, ദർശനവും പ്രവചനവും മുദ്രയിടുവാനും, അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. ഇവിടെ ദാനിയേൽ പ്രവചനത്തിൽ പറയുന്ന 3 കാര്യങ്ങൾ ഇവിടെ പറയുന്ന: പാപങ്ങളെ മുദ്രയിടുവാൻ, നിത്യനീതി നടപ്പാക്കുവാൻ, ദർശനവും പ്രവചനവും ഇല്ലാത്ത കാലം. ഇന്ന് പ്രവചനമുണ്ടല്ലോ, ദർശനവും പ്രവചനവും മുദ്രയിടുക. പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരികയാണ്, നിത്യനീതി നടപ്പാക്കുകയാണ്. ഇങ്ങനെയൊരു കാലം ഉണ്ട് എന്ന് ദാനിയേൽ പ്രവചനം പറയുന്നു. അത് നടപ്പാകാൻ 10ാമത്തെ കാരണം നീതി, സമാധാനവും സന്തോഷവുമായുള്ള വാഴ്ച ഇതുവരെയും ഉണ്ടായിട്ടില്ല. ആദാം കാലം തുടങ്ങി ഇതുവരെയും നോക്കിയാൽ ആദാമിൻ്റെ സമയത്ത് കർത്താവ് ഭരിക്കുന്ന സമയത്തുണ്ടായിരുന്നു. പാപം വന്നതിന് ശേഷം ഇതുവരെയും നീതിയും സമാധാനവും സന്തോഷവുമുള്ള ഒരു വാഴ്ച ഉണ്ടായിട്ടില്ല. അത് ഉണ്ടാവണം. അതുകൊണ്ട് 10 കാരണങ്ങൾ 1000 ആണ്ട് വാഴ്ചയ്ക്ക് പറഞ്ഞു. ഈ 10 കാരണം കൊണ്ട് 1000 ആണ്ട് വാഴ്ച ഉണ്ടായി. ഇനിയും ബൈബിളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ചില വാക്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്നാലും പ്രധാനമായിട്ട് പറയുന്ന ഈ കാരണങ്ങൾ ഇതെല്ലാം ഫുൾഫിൽ ചെയ്യേണ്ടതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം രാജാവ് നീതിയോട് വാഴണം, കന്യമറിയാവിനോട് പറഞ്ഞ ഗബ്രിയേൽ പറഞ്ഞ കാര്യങ്ങൾ, ദൂതൻ പറഞ്ഞ കാര്യങ്ങൾ നടക്കണം. അതുപോലെ എന്നും ദൈവം നമ്മളോട് കൂടെ എന്ന് പറഞ്ഞ യെശയ്യാവ് പറഞ്ഞത് നടക്കണം. വാഗ്ദത്തങ്ങൾ ക്രിസ്തു ലോകാവകാശിയാവും എന്നുള്ള വാഗ്ദത്തം നടക്കണം. അതുപോലെ അവൻ ലോകത്തെ മുഴുവൻ ഭരിക്കണം. അതുപോലെ ശിഷ്യന്മാർക്ക് രാജ്യം നിയമിച്ചു കൊടുത്ത് അതനുസരിച്ച് അവരെ ശിഷ്യന്മാർക്ക് അവർ ഭരിക്കണം, അവർ ന്യായം വിധിക്കണം. മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് കുടിക്കുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ അങ്ങനെ ആകണം. നിന്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കേൾക്കണം. ദാനിയേൽ പ്രവചനത്തിൽ പറയുന്ന പോലെ പാപങ്ങളെ മുദ്രയിടുവാനും നിത്യനീതി നടപ്പാക്കാനും ദർശനവും പ്രവചനവും ഇല്ലാത്തൊരു കാലം ഉണ്ടാകണം. നീതി, സമാധാനവും സന്തോഷവും വാഴുന്ന ഒരു സമയം. തീർച്ചയായും ഇങ്ങനെയുള്ളൊരു വാഴ്ചയ്ക്ക് വേണ്ടിയാണ് ലോകം മുഴുവൻ വെയിറ്റ് ചെയ്യുന്നത്. ഈവൻ റോമർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, സകല സൃഷ്ടികളും ഈറ്റുനോവോടുകൂടി കാത്തിരിക്കുന്നു. എന്തിനാണ്? ഈ വന്യതയൊക്കെ മാറി കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ. അവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ രൂപാന്തരം വന്നിട്ട് വേണം മൃഗങ്ങൾക്ക് രൂപാന്തരം പെടാൻ. അതുകൊണ്ട് മൃഗവും നോക്കിക്കൊണ്ടിരിക്കുകയാണ്
എല്ലാ സൃഷ്ടിയും നോക്കിക്കൊണ്ടിരിക്കുകയാണ് 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കാൻ. അതുകൊണ്ട് 1000 ആണ്ട് വാഴ്ചയിലെ പ്രത്യേകതകൾ എന്താണ് എന്നുള്ളതൊക്കെ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. എന്തായാലും നമ്മളെല്ലാവരും ഈ 1000 ആണ്ട് വാഴ്ചയിൽ കാണും. അതെങ്ങനെയാണെന്നുള്ളതും അടുത്ത ആഴ്ച ചിന്തിക്കാം. ചില പഠിപ്പിക്കലുണ്ട് 1000 ആണ്ട് വാഴ്ചയിൽ നമ്മളിവിടെ ഇല്ല എന്നൊക്കെ. എന്തായാലും അത് അടുത്ത ആഴ്ചകളിൽ ചിന്തിക്കാം. ഇത് നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് വിശ്വസിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണമേ. നമ്മളെല്ലാവരും ഈ ഒരു വലിയ പ്രത്യക്ഷതയിൽ കാണത്തക്ക രീതിയിൽ കാന്തയുമായി നമ്മൾ കാന്തയായിട്ടുള്ള സഭ കാന്തനുമായി മുന്തിരിയുടെ അനുഭവത്തിൽ നിന്ന് കഴിക്കുന്ന വലിയ അനുഭവം, അതൊക്കെ വലിയ അനുഭവങ്ങളാണ്. അതൊക്കെ അനുഭവിപ്പാൻ ദൈവം നമുക്ക് ഇടവരട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ 1000 ആണ്ട് വാഴ്ചയുടെ കാരണങ്ങളെക്കുറിച്ചും സഭയുടെ ക്വാളിറ്റീസിനെ കുറിച്ചും ഒക്കെയാണല്ലോ ഇപ്പം ചിന്തിച്ചത്. ഈ സഭ, ഇന്നുള്ള ദൈവസഭ 1000 ആണ്ടിൻ്റെ നിഴലായിട്ട് ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ദൈവസഭയിലെ ഉള്ള കുറവുകളെ ഇന്ന് പരിഹരിച്ച് പരിശുദ്ധാത്മാവിനാൽ വീണ്ടെടുത്ത് കർത്താവെ, കറ, ചുളുക്കം, വാട്ടം, മാലിന്യമില്ലാതെ അതിനെ വിശുദ്ധിയായിട്ട് സൂക്ഷിക്കണമേ എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത് കാരണമായി തീരുന്നത് ഞങ്ങൾ 1000 ആണ്ട് വാഴ്ചയിലെ കർത്താവെ ആ സഭയിലെ ക്വാളിറ്റീസ് കാണുന്നത് പോലെ ദൈവത്തിൻ്റെ ഒരു ഭരണം ഞങ്ങളവിടെ കാണുകയും എല്ലായ്പ്പോഴും നീതി, സമാധാനവും സന്തോഷവും വിളങ്ങുന്ന ഒരനുഭവം അവിടെ കാണുകയും ചെയ്യുമെന്ന് ഞങ്ങളെ പ്രത്യാശിക്കുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ അനുഭവത്തിലേക്ക് ആരെങ്കിലും വരാത്തതുണ്ടെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവത്തിൽ വരുവാനായിട്ട് ദൈവമേ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രയാസങ്ങളെ, രോഗങ്ങളെ ഇരിക്കുന്നവരെ ഞങ്ങൾ ഈ തരണത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കാലിലൊക്കെ ഒരുപാട് മസിലുമായിട്ട് ബന്ധപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്ന ചിലരെ ദൈവം കാണിച്ചു തരുന്നു. ദൈവമേ, അവർക്ക് പൂർണ്ണമായിട്ടുള്ള വിടുതൽ കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സ്പൈനിനകത്ത് കർത്താവെ നടുവേദനയായിട്ട് എഴുന്നേറ്റിരിക്കാൻ വയ്യാതെ പ്രയാസപ്പെടുന്ന ചില ആളുകളെ ഇന്ന് ദൈവം വിടുവിക്കുന്നു. എന്നോട് ചേർന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ? ആ നട്ടലിലെ പ്രയാസങ്ങളിൽ നിന്നെല്ലാം ദൈവം വിടുവിക്കുകയും നമുക്ക് അനുഗ്രഹങ്ങളെ തരികയും ചെയ്യുന്ന ദൈവം കുത്തി നിറച്ചുള്ള അനുഗ്രഹങ്ങൾ ഈ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എഴുന്നേറ്റ് നടക്കാനായിട്ടുള്ള കൃപ ഈ ദിവസങ്ങൾ ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചെന്ന് പ്രാർത്ഥിക്കുമോ? ദൈവം എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ എല്ലാം അനുഗ്രഹിക്കണം. ദൈവമേ, നീ പ്രാർത്ഥനകളെ കേട്ട് ഉത്തരം തരുന്ന ഓർത്ത സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യണം. കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. പ്രയർ റിക്വസ്റ്റ് അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.